ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. ഭാര്യമാരെ ഉപദ്രവിക്കുന്ന, മാനസികമായി പീഡിപ്പിക്കുന്ന, ശാരീരികമായി അവർക്ക് അംഗവൈകല്യം പോലും സംഭവിക്കാൻ ശ്രമിക്കുന്ന, അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന, കൊല്ലുന്ന ഭർത്താക്കന്മാരും അതേപോലെ തന്നെ ഭർത്ത ബന്ധുക്കളും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കളി അത്ര എളുപ്പമാവത്തില്ല. കാരണം അകത്ത് അഴിക്കുള്ളിൽ കിടക്കേണ്ട ഗതികേട് വരും. അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നിട്ടുണ്ട്. ആ വിധി ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലെ 498A എന്ന് പറയുന്ന വകുപ്പാണത്. അതായത് ഭർത്തൃമതിയായ ഒരു സ്ത്രീ, അതായത് വിവാഹിതയായ ഒരു സ്ത്രീയോട് കാണിക്കുന്ന ക്രൂരത, ആ ക്രൂരതയ്ക്കുള്ള ശിക്ഷ കൊടുക്കുന്ന വകുപ്പാണ് ഇന്ത്യൻ പീനൽ കോഡിലെ 498A എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് നിലവിലില്ല. അതിന് പകരം BNS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭാരതീയ ന്യായ സംഹിതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് ഈ 498A IPC എന്ന് പറയുന്ന വകുപ്പ് നമ്മുടെ ഈ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ അതിനകത്ത് 2 വകുപ്പുകളായിട്ട് മാറ്റി. 85-ാം വകുപ്പും 86-ാം വകുപ്പും ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു കാഴ്ചപ്പാട് പല കോടതികളും നേരത്തെ എടുത്തിരുന്നത് എന്താണെന്നറിയോ? ഈ ക്രൂരത കാണിക്കുക എന്ന് പറയുന്നത് അത് ഈ ക്രൂവൽറ്റിയാണ്. ക്രൂവൽറ്റി ടു മാരീഡ് വുമൻ ആണ്. അതായത് വിവാഹിതയായ സ്ത്രീയോട് ക്രൂരത കാണിക്കുക. ആരെ? ഭർത്താവ് അല്ലെങ്കിൽ ഭർത്തൃബന്ധുക്കൾ. അതായിരുന്നു ഒഫൻസ്. ഈ ക്രൂരത എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ അതിൽ പ്രൊവൈസറായിട്ടാണ് ഈ 498A IPC കൊടുത്തിരുന്നത്. അതാണ് ഇന്ന് ആ ക്രൂവൽറ്റി എന്താണെന്ന് പറയുന്നത് 86-ാം വകുപ്പാണ് BNSന്റെ. ആ ക്രൂരത എന്താണെന്നുള്ള, പക്ഷേ ഇതിൽ അത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പല കോടതികളും എടുത്തിരുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതൊരു വികലമായ കാഴ്ചപ്പാടാണ്. അത് തെറ്റായിരുന്നു. എടുത്തിരുന്ന കാഴ്ചപ്പാട് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കണം, സ്ത്രീധന പീഡനം വേണം, സ്ത്രീധനം ചോദിച്ചു കൊടുത്തില്ല അതിനെടുത്തിട്ട് അടിക്കുക, ഇടിക്കുക, കാലടിച്ചൊടിക്കുക അല്ലെങ്കിൽ കൈ അടിച്ചൊടിക്കുക, ഇതേപോലെയൊക്കെ ഉള്ള ഒരുപാട് ക്രൂരത ചെയ്തിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളം ദേഹത്തൊഴിച്ചത് വിവരം എനിക്കറിയാം. അങ്ങനെ എൻ്റെ മുമ്പ് വന്നുള്ള ഒരു മാറ്ററാണ്. അപ്പോൾ അതിനകത്തൊക്കെ എടുത്ത തർക്കം എന്നൊക്കെ പറയുന്നത് എന്തെന്ന് സ്ത്രീധനം ചോദിച്ചിട്ടില്ല, അതിന് തെളിവില്ല. പക്ഷേ സ്ത്രീധനം ഒന്നും ചോദിക്കേണ്ടതിനകത്ത്, കാരണം ഇതിൻ്റെ പ്രൊവൈസോ, അതായത് 498A IPCയുടെ പ്രൊവൈസോയും ഈ BNSന്റെ 86-ാം വകുപ്പും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അത് 2 വിധത്തിലുള്ള ക്രൂരതയാണ് പറഞ്ഞേക്കുന്നത്. ക്രൂവൽറ്റി മീൻസ് ഒന്ന്, ലൈഫിന് എൻഡേഞ്ചർ ചെയ്യുന്ന വിധത്തിലുള്ള ക്രൂരത, അതായത് ജീവന് ഭീഷണിയാകുന്ന ക്രൂരത. അംഗവൈകല്യം ഉണ്ടാകുന്ന ക്രൂരത, അതായത് ലിംസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്ന ക്രൂരത. ഇതുപോലെ ഹെൽത്തിന്, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ക്രൂരത. ഇനി ഇതൊക്കെ ശാരീരികം മാത്രമല്ല, ഇത് മാനസികമാകാം. ഈ മാനസികമായിട്ടുള്ള പീഡനം, അതുപോലെ അത്തരം പീഡിപ്പിച്ച് ഡിപ്രഷനിലേക്ക് നയിക്കുക, അതും ക്രൂരതയാണ്. ഇതൊക്കെ അതിനകത്ത് സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് രണ്ടാമത്തെ B ഇട്ടിട്ട് ഓർ, അതായത് അല്ലെങ്കിൽ. അപ്പം ഞാൻ ഈ പറഞ്ഞ ക്രൂരത അതായത് അടിക്കുന്നതിനൊന്നും റീസണൊന്നും വേണ്ട. ചുമ്മാ ചിലവന്മാർ ഈ ഭാര്യ അടിക്കുന്നതിന് രാവിലെ 2 അടി, ഉച്ചയ്ക്ക് 2 അടി, രാത്രി 2 അടി എന്ന് പറഞ്ഞ് ടൈം ടേബിൾ വെച്ച് അടിക്കുന്ന തെണ്ടികളുണ്ട് കേട്ടോ. അവന്മാർക്കൊക്കെ കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് ഈ ആദ്യത്തത് ഞാൻ ഈ പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, അഥവാ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? അതിനകത്ത് പറഞ്ഞേക്കുന്നത് സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി, നേടിയെടുക്കാൻ വേണ്ടി, അതായത് എന്തെങ്കിലും സ്ത്രീധനം നേടിയെടുക്കാൻ വേണ്ടി, മുതലുകൾ നേടിയെടുക്കാൻ വേണ്ടി അതിനെ ശാരീരികമായി ഉപദ്രവിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ക്രൂരത കാണിക്കുക, പട്ടിണിക്കിടുക, മുണ്ടും തുണിയും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക,
ഇതെല്ലാം ക്രൂരതയാണ് ഇതിൻ്റെ പേരിലാണെങ്കിൽ, സ്ത്രീധനത്തിൻ്റെ പേരിൽ. അല്ലെങ്കിൽ അവരുടെ അതായത് അതായത് ഈ ഭാര്യയുടെ ബന്ധുക്കളുടെയോ ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഇത് വാങ്ങിച്ച് സ്റ്റ്യൂസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ചെയ്യാം. അല്ലെങ്കിൽ ഇവർ ചോദിച്ചിട്ട് ഇത് കൊടുക്കുന്നില്ല, അപ്പോൾ അതിന് ഈ രീതിയിൽ ഉപദ്രവിക്കുക, ക്രൂരത കാണിക്കുക, അതെല്ലാം ആണ് ക്രൂവൽറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. അല്ലാതെ സാധാരണ ഉള്ള കാര്യങ്ങളല്ല ഈ ക്രൂവൽറ്റി. ഇതൊക്കെയാണ് ക്രൂവൽറ്റി. ഇപ്പോൾ ഭീഷണിപ്പെടുത്തുക, കൊന്നുകളയുന്നു, തന്നില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറയുക, അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുക. ഈ രീതിയിൽ ഉള്ള ക്രൂരതകളാണ് ആ രണ്ടാമത്തെ വകുപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത സമയത്ത് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ ഇതേപോലെ ഒരു മാറ്റർ വന്നപ്പോൾ, അതായത് 498 കേസാണ് വന്നു കഴിഞ്ഞപ്പോൾ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ആ കേസ് ക്വാഷ് ചെയ്തത് അതായത് അത് യഥാർത്ഥത്തിൽ ആ കോഗ്നിസൻസ് എടുത്ത കോടതി നല്ല വിവരമായിട്ട് ചെയ്തതാണ്. കോഗ്നിസൻസ് എടുത്തു. അവിടെ സ്ത്രീധനം ചോദിച്ചെന്നുള്ള കേസില്ല, എടുത്തിട്ട് അടിച്ച് നശിപ്പിച്ചതാണ് അതിനെ. അപ്പോൾ പറഞ്ഞു, ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി പറഞ്ഞു, ഇത് സ്ത്രീധനത്തിൻ്റെ ഡിമാൻഡില്ല, അതില്ലാത്തത് കൊണ്ട് ഈ ഒഫൻസ് 498 നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് അത് ക്വാഷ് ചെയ്ത് കളഞ്ഞു. ആ മാറ്റർ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇത് സ്ത്രീധനമൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അതായത് വിവാഹിതയായ ഒരു സ്ത്രീയെ ഭർത്താവിൻ്റെ ബന്ധുക്കളോ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ലൈഫിന് ഹാനികരമാകുന്ന വിധത്തിൽ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ലിംസിന് ഹാനികരമാകുന്ന വിധത്തിൽ, അതായത് അംഗവല്യം വരുന്ന വിധത്തിൽ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അതിനെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അതിനെ മാനസികമായിട്ടോ ശാരീരികമായോ പീഡിപ്പിക്കുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മാനസിക രോഗം ഉണ്ടാവാം ചിലപ്പോൾ. അത് ഇതുപോലൊക്കെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ക്രൂവൽറ്റിയാണ്. അവിടെ സ്ത്രീധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ചോദിക്കുകയും വേണ്ട എന്ന് പറയുന്ന ഒരു സുപ്രധാന വിധി വന്നു. ഒരുപാട് കോടതികളുടെ സംശയത്തിന് ഉത്തരമായി. വളരെ ശ്ലാഘനീയമായ ഒരു വിധി. അതുകൊണ്ട് ഇതേപോലെ ഈ ഭാര്യയെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടൈം ടേബിൾ വെച്ച് അടിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഇവന്മാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ഭർത്തൃ ബന്ധുക്കൾ, അവർക്കും കുതിര കയറാമല്ലോ. ഈ പെണ്ണൊരു അന്യ വീട്ടിൽ നിന്ന് വന്നേക്കുന്നതല്ലേ, ഉപദ്രവിക്കുക. ആ കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങളങ്ങ് മാറ്റിയേക്ക്. നിർബന്ധമായിട്ട് വഴിയുണ്ട്, ഉറപ്പാണ്.